അല്ലാഹുവേ, എന്നെ രക്ഷിക്കുന്നവർക്ക് ബാങ്കിന്റെ ബുദ്ധിയാ പറയുന്നു. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂവണം ബാങ്ക്. അവര് ലാസ്റ്റ് പറഞ്ഞ് ഇറക്കി വിടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സാധനമെല്ലാം ഇറക്കി ഞങ്ങള് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു വില പിടിപ്പുള്ള ഒന്നുമില്ല, അങ്ങനെ ഞാൻ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് അവര് പിന്നെയും മെനഞ്ഞാന്നും അവര് ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോ ഞാൻ ഒരു സൈഡിൽ അങ്ങ് ഇരുന്ന് കളഞ്ഞ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടടക്കി. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ എടുത്തിട്ട് അടയ്ക്കുക. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഭൂമി തീർത്ത് കടത്തരാൻ അമ്മ എല്ലാവർക്കും തൗഫീഖ് നൽകണമേ അല്ലാ. ജീവിത വാർദ്ധക്യത്തിൽ വൃദ്ധ ദമ്പതികൾ സുമനസ്കരായ പ്രേക്ഷകരുടെ സഹായത്തിനായി കേഴുകയാണ്. കരവാരം ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ASS ഹൗസിൽ അബ്ദുൾ റഷീദ്, അനീസ ബീവി ദമ്പതികളാണ് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ രോഗങ്ങളും കടബാധ്യതയും കിടപ്പാടം ജപ്തിയും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് കഷ്ടതകൾ അനുഭവിക്കുന്നത്. ഈ വാർദ്ധക്യാവസ്ഥയിൽ ആഹാരത്തിനും മരുന്നിനു പോലും പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് രോഗത്തിന് ചികിത്സകൾക്കും ഓപ്പറേഷനും വേണ്ടി എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനാവാതെ ഈ വൃദ്ധ ദമ്പതികൾ വല്ലാതെ വേവലാതിപ്പെടുന്നത്. ഹൃദയ സംബന്ധമായ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബനാഥൻ ചികിത്സകൾക്ക് പണമില്ലാത്തതിനാൽ തുടർ ചികിത്സകൾക്ക് മാർഗമില്ലാതെ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. എനിക്ക് പറയാനുള്ള, ഞാനൊരു ഹാർട്ട് രോഗി, ഷുഗറും BP മുതലായ രോഗങ്ങൾ കൊണ്ട് അടിപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല, ജോലി ചെയ്യാൻ ആരോഗ്യവുമില്ല, എല്ലാം കൊണ്ടും അവശതയിലാണ്. പ്രിയപ്പെട്ട ഈ കാണുന്നവർ, ഞങ്ങളുടെ ഈ ദുരിതം കാണുന്നവർ, എന്തെങ്കിലും നിങ്ങളെ മനസാക്ഷിക്ക് അനുസരിച്ച് സഹായങ്ങൾ ചെയ്ത് ഈ ബാങ്ക് ലോൺ ഇരിക്കുകയാണ്, ഇതിൽ നിന്ന് ഞങ്ങളെ നിവർത്തിച്ചു തരണമെന്ന് പറയുന്നു. എൻ്റെ അറ്റാക്കാണ്, ഇനിയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. 3-4 ബ്ലോക്ക് ഉണ്ടെന്നാണ് അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നടക്കാനും പോകാനൊന്നും വയ്യ, ചെറുതായിട്ട് സംസാരിക്കും. ആഹാരത്തിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ 2 പേര് ഈ വീട്ടിൽ കഴിയുന്നത്. തരാൻ ആരുമില്ല. പിന്നെ മാസത്തിൽ 1 മാസത്തെ പെൻഷൻ എനിക്ക് കിട്ടും, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങിപ്പോകുന്നത്. അല്ലാതെ ഭൂമിയിൽ നിന്ന് ഒരാദായവും ഞങ്ങൾക്കില്ല. ഭൂമി ബാങ്ക് വന്ന് കൂടെ വന്ന് അവർ ഭീഷണിപ്പെടുത്തി അവർ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനങ്ങൾ വാരി പുറത്തെറിയും, അല്ലെങ്കിൽ വാരിക്കൊണ്ട് പൊക്കോളണം. വീടും ഞങ്ങൾ പൂട്ടി താക്കോലുമായിട്ട് ഞങ്ങൾ ഇത് പൈസ അവർക്ക് എൻ്റെ ഭാര്യയ്ക്ക് രോഗത്തിന് വേണ്ടി ചികിത്സിച്ചാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഈ കാല് മുറിച്ച് മാറ്റണമെന്ന് ഗോകുലത്തിലും മെഡിക്കൽ കോളേജിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഗോകുലത്തിൽ പോയി. ഗോകുലത്തിൽ 6 മാസത്തോളം ചികിത്സ ചെയ്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി. അങ്ങനെ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. ഇപ്പം അല്പം കുറവുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം അവർക്ക് കണ്ണിന് കാഴ്ചയില്ലാതായി, അറ്റാക്ക് ഉണ്ടായി. ഇപ്പം അത് സ്റ്റോക്ക് വന്ന് വീണ് അതിൻ്റെയും ചികിത്സയിലാണ്. പ്രേക്ഷകരോട്, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ദയവ് ചെയ്ത് ഞങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ വാർദ്ധക്യനാളുകളിൽ മറ്റാരും തുണയില്ലാതെ, സാമ്പത്തിക സഹായമില്ലാതെ, ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ കഷ്ടപ്പാടുകൾ ചുമലിലേന്തി തളർന്നു വീണ ഈ വൃദ്ധ ദമ്പതികൾ മരുന്നിനും ആഹാരത്തിനുമായി സന്മനസ്സുള്ള പ്രിയ പ്രേക്ഷകരുടെ സഹായത്തിന് വേണ്ടി കൈകൾ കൂപ്പി യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വൃദ്ധ ദമ്പതികളുടെ കണ്ണീരും വിലാപവും കാണാതെ പോകരുതേ. ദയവായി ഇവരെ സഹായിക്കുക, ഇവർക്ക് സാന്ത്വനമാവുക. എന്താണമ്മ പേരെന്താണ്?
അനീസ ബീബി എന്നാണ്. കരയണ്ട, കരയാതെ കാര്യം പറഞ്ഞു. പേരെന്തായിരുന്നാണ്? അനീസ ബീബി. എന്താണ് ഉമ്മയുടെ പ്രശ്നം? എനിക്ക് ജപ്തി നോട്ടീസ് വന്ന് നടന്നിരിക്കുകയാണ്. ഏത് ബാങ്കിൽ നിന്ന് എടുത്തത്? പൂവണം ബാങ്ക്. ഒരു ചുമ്മാ എത്ര രൂപ എടുത്തിട്ടുണ്ട്? 5 എടുത്ത്. ഇപ്പം 5 ലക്ഷം. എന്താവശ്യത്തിന് വേണ്ടി എടുത്തു? രോഗത്തിന് വേണ്ടി. എന്നിട്ട് എന്താണ് ഉമ്മയുടെ അസുഖം? എനിക്ക് സ്റ്റോക്കും പിന്നെ കാല് നിറച്ചും പുഴുവൊക്കെ വന്ന് ഷുഗർ കയറി ഞാൻ കുറെ നാളെ കൊണ്ട് ചികിത്സയിലാണ്. ഇപ്പം സ്റ്റോക്കും വന്ന് കണ്ണിന് ബ്ലഡ് ഇറങ്ങി ഒരു കണ്ണ് കാഴ്ചയില്ല. എനിക്ക് പല സ്ഥലത്തെയും പാരിപ്പള്ളി, അത് കഴിഞ്ഞിട്ട് ഓവുല, അത് കഴിഞ്ഞിട്ട് പിന്നെയും പാരിപ്പള്ളി. ചികിത്സയൊക്കെ നടത്തിയിട്ട് ഇപ്പൊ എങ്ങനെയാണ് ആരോഗ്യമൊക്കെ? ആരോഗ്യം കിട്ടൂല. സ്റ്റോക്ക് വന്നതിന് ശേഷം പയ്യെ പയ്യെ നടക്കാം. വെപ്രാളത്തിൽ നടന്നുകൂടാ, ഓടിക്കൂടാ. എനിക്ക് ശരീരമൊക്കെ കിട്ടുകിടാ വരുന്നു. ശ്വാസം മുട്ടുണ്ടോ? ശ്വാസം മുട്ടൊന്നുമില്ല. ഈ സ്റ്റോക്ക്. അപ്പൊ ഇപ്പൊ എന്താണ് ഉമ്മയുടെ പ്രശ്നം? എന്താണ്? എനിക്ക് കടം തീർത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ 5 ലക്ഷത്തി ഇപ്പം എടുത്തപ്പോ 5, ഇപ്പം 7-8 ലക്ഷത്തി പുറത്തായിക്കൊണ്ടിരിക്കുക. പൂവണം ബാങ്ക്. സ്ഥലം കിളിമാനൂരാണ് അതിന്റെ ശാഖ. അതിന്റെ മെയിൻ ഓഫീസ് ആറ്റിങ്ങ. അവര് നിത്യവും എന്റെ വീട്ടിൽ വരുമെന്നും പറഞ്ഞ് ജപ്തി നോട്ടീസ് അയക്കും. അയച്ച് 3 എണ്ണം വന്നിരിക്കുകയാണ്. ഞാൻ അത് കേട്ടപ്പോഴേ അന്ന് വന്ന സ്റ്റോക്കാണ് എനിക്ക്. ആയുസിന്റെ സായം സന്ധ്യയിൽ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും തുരുത്തിലകപ്പെട്ടു പോയ ഈ പിതാവിനെയും മാതാവിനെയും നമുക്ക് സഹായിക്കാം. പ്രതീക്ഷയോടെ ഇവരുടെ ഫോൺ നമ്പരും ഗൂഗിൾ പേ നമ്പരും നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ കരുണ നിറഞ്ഞ ഒരു തലോടലെങ്കിലും ഇവർക്ക് മേലുണ്ടാകും എന്ന വിശ്വാസത്തോടെ. ന്യൂസ് ഡെസ്ക്, വർക്കല മീഡിയ. Yeah.